ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ക്യാൻവാസ് വിത്ത് അപർണ. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. സമയം ഒരു വൈകുന്നേരമാണ്, ഏകദേശം ഒരു 5:30-6 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പോവേണ്ട മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത്, എനിക്കൊന്ന് പിരിയം ത്രെഡ് ചെയ്യണം സലൂണിൽ പോയിട്ട്, പിന്നെ വാമിക്ക് 1-2 വീട്ടിലിടുന്ന ഡ്രസ്സുകൾ വാങ്ങാനുണ്ട്, പിന്നെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തത് റെഡിയായി കേട്ടോ. അപ്പോൾ അതും കൂടെ മേടിക്കണം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് നമ്മുടെ നന്ദിയോടുള്ള കാർത്തു എന്ന് പറയുന്ന സലൂണിലാണ്. പക്ഷേ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അവിടെ ലീവാണ്. അപ്പോൾ ചേച്ചി ഉച്ചയ്ക്ക് ശേഷം എന്തോ വർക്കുണ്ട്. അപ്പോൾ ഞാൻ കന്നിയിലാണ് കേട്ടോ പോയത്, പാലോട്. അപ്പം അവിടെ പോയിട്ട് പിരിയം ത്രെഡ് ചെയ്തു. മാമി ഹായ്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് ആര്യ വരെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഫാൻസി സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഫാൻസി ആയാലും നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ആയാലും ഒക്കെ മിക്ക എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ സ്ഥിരം അവിടെ നിന്നാണ് കേട്ടോ എല്ലാം വാങ്ങിക്കുന്നത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയപ്പോൾ അവിടെ കടയുടെ ഫ്രണ്ടിലും അടുത്തോട്ടും ഒക്കെ ഒരുപാട് നിറച്ച് വണ്ടികൾ കിടക്കായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയെങ്കിലും ചേട്ടൻ ഒരിടത്ത് കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. പിന്നെ ഞാൻ മോളെ കാറിൽ ഇരുത്തിയിട്ടാണ് കേട്ടോ പോയത്, അവളെ കൊണ്ടുപോയില്ല. കാറിൽ ചേട്ടൻ്റെ അടുത്ത് ആക്കിയിട്ട് പോയി. ചേട്ടൻ അവളെ മാനേജ് ചെയ്തോളാന്ന് പറഞ്ഞു കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇരിക്കത്തില്ല, പിന്നെ അവളെ ഫുള്ള് കിടന്നോടും. അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുപോയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും മാമി നല്ല ഉറക്കമായി കേട്ടോ. പിന്നെ നമ്മൾ വാമിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് ലോട്ടസിലോട്ടാണ് പോയത്. അവിടെയും ഈ പറഞ്ഞ കണക്ക് നമുക്ക് നല്ല കുറഞ്ഞ റേറ്റിൽ വീട്ടിലിടാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ കൂടുതൽ അവിടെ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഷാർജ ഷേക്ക്, ഞാനൊരു ചോക്ലേറ്റ് ഷാർജയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് കുടിക്കാനായിട്ട് കയറി. അപ്പോൾ ഞാൻ കുറച്ച് വാമിക്ക് അങ്ങനെ ഷുഗറായിട്ട് ഇതൊന്നും കൊടുക്കാറില്ല, ശകലേ അവൾക്ക് കൊടുത്തോളൂ. കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ എന്തൊക്കെയോ ഞാൻ പറയുന്ന കേട്ട് ചിരിച്ച് കളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാമിനെ ഞങ്ങളിപ്പോൾ റീസെൻ്റ്ലി ആണ് കേട്ടോ പഴനി പോയി മുട്ടയടിച്ചത്. അപ്പോൾ അവളുടെ ആദ്യത്തെ ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല കേളി ഹെയർ ആയിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാനൊരു പിക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബില്ലൊക്കെ കൊടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ ഇറങ്ങി സ്റ്റുഡിയോയിലെത്തി കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.